യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ആണ്ടുവട്ടം 17 വ്യാഴം. ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി ലഭിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 47 മുതൽ 53 വരെയുള്ള തിരുവചനങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം കുറേയധികം ഉപമകളിലൂടെ യേശുക്രിസ്തു നമ്മെ ബോധ്യവാന്മാരാക്കുകയാണ്. ഇവിടെ ഇന്ന് നാം വായിക്കുന്ന വചനഭാഗം കുറച്ച് വ്യക്തമായിട്ട് പറയുകയാണ്. സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കുവാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആ വലയിൽ ശേഖരിക്കപ്പെടുന്ന എല്ലാ മത്സ്യങ്ങളെയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ മോശമായതിനെ പുറത്തേക്ക് തള്ളുകയും നല്ലതിനെ മാത്രമേ ശേഖരിക്കുന്നുള്ളൂ. അതിനർത്ഥം എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിൽ കുറേയധികം നല്ല ആളുകൾ മാത്രമേ പ്രവേശിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. വീണ്ടും ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോഴും സുവിശേഷത്തിൽ പറയുന്നത് പ്രകാരമാണ്, നിങ്ങൾ ഇതെല്ലാം ഗ്രഹിക്കുന്നുവോ? തൻ്റെ ശിഷ്യന്മാരോട് യേശുക്രിസ്തു ചോദിക്കുന്ന ഒരു വലിയൊരു ചോദ്യമാണ്, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുന്നുവോ എന്നാണ്. അതായത് യേശുവിനെ മനസ്സിലാക്കുവാനായിട്ട് ഈ വക കാര്യങ്ങൾ, ഈ സുവിശേഷം ഗ്രഹിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും യേശുവിനെ മനസ്സിലാകുകയും യേശുവിൻ്റെ ആ ഒരു സ്നേഹം തിരിച്ചറിയുകയും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുകയുള്ളൂ എന്നാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ ആരൊക്കെയാണോ യേശുവിനെ മനസ്സിലാക്കുന്നത് അവരൊക്കെ ആയിരിക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുകൂടെ പറഞ്ഞു വയ്ക്കുന്നു. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 52-ാമത്തെ വാക്യം ഇപ്രകാരമാണ്, അവൻ അവരോട് പറഞ്ഞു, അതിനാൽ സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യം ആയിരിക്കും. അതായത് ഇവിടെ സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ച നിയമജ്ഞൻ എന്നാണ് പറഞ്ഞു. എന്ന് പറയുമ്പോൾ നിയമജ്ഞർ ആ ഒരു കാലഘട്ടത്തിൽ യേശുവിനെ ചോദ്യം ചെയ്തിരുന്നു, എന്നാൽ പോലും സ്വർഗത്തിലേക്ക് അവർ പ്രവേശിക്കുമെന്ന് യേശുക്രിസ്തു വിശ്വസിക്കുന്നു എന്നുകൂടെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. അതായത് യേശുവിനെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് പാപികളും സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്ന് കർത്താവ് നമ്മെ വ്യക്തമായിട്ട് പറയുന്നു. ആകെ ചെയ്യേണ്ടത് നിങ്ങളിവ ഗ്രഹിക്കുന്നുവോ? ആരൊക്കെയാണോ ഗ്രഹിക്കുന്നത് അവരൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇന്നു മുതൽ ക്രിസ്തുനാഥൻ്റെ വചനങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും കാതോർക്കാം. വചനം പഠിക്കുക മാത്രമല്ല, അവ സ്വായത്തമാക്കുകയും അവ മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്യുമ്പോഴാണ് ഒരു യഥാർത്ഥ ശിഷ്യനായിട്ട് മാറുക. ആയതിനാൽ സ്നേഹമുള്ളവരെ, ഒരു യഥാർത്ഥ ശിഷ്യനായി മാറി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട്, ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ പോലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. മുൻപ് തിന്മയിലായിരുന്നവർ പിന്നീട് ബോധോദയം ഉണ്ടായി മാറ്റം വന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യത ഏറെയാണ്. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന, യേശുവിനെ അറിയാതെ യേശുവിനെ വെറുത്ത് ജീവിക്കുന്ന എല്ലാവരിലും നമുക്ക് ദൈവത്തിൻ്റെ വചനം പകർന്നു നൽകാം. അവ ശ്രവിക്കുന്ന ആരെങ്കിലും ഒരാൾ ഒരു മാറ്റം വന്ന് യേശുവിൽ വിശ്വസിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്യുന്ന വലിയൊരു പുണ്യമായിട്ട് മാറും. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.